മാഡ്രിഡ് താരങ്ങൾക്കൊക്കെ BMW കാറ് കൊടുത്തുകയാണല്ലേ ഇപ്പോൾ ക്ലബ്ബ്. അതിൻ്റെ ഫോട്ടോസ് ഇപ്പോൾ കിലിയൻ എംബാപ്പെ, അതുപോലെ ബെല്ലിംഗ്ഹാം, എൻഡ്രിക്ക് പോലുള്ള റയലിലെ എല്ലാ താരങ്ങളും അവനവൻ്റെ കാറിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. BMW പുകഴ്ത്തിയിട്ടും അങ്ങനെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. കാരണം റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു സീസണിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നത്. അപ്പോൾ എന്തിനാ BMW റയൽ മാഡ്രിഡിൻ്റെ ടീം തന്നെ ഇപ്പോൾ ഏവരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ടീമാണല്ലോ. മികച്ച ഒരു 11 ഗ്രൗണ്ടിൽ ഒരുമിച്ചാണ് ഇറങ്ങുകയാണ് അല്ലേ. അത്രയെന്ന് വെച്ചാൽ ലീഗിലാണെന്നുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെന്നുണ്ടെങ്കിലൊക്കെ അവരുടേതായിട്ടുള്ള കരുത്ത്. റയൽ മാഡ്രിഡ് എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുമല്ലോ. റയലോ പ്രത്യേകിച്ച് അവരുടെ പേരെടുത്ത് പറയേണ്ട ചാമ്പ്യൻസ് ലീഗാണ്. ലീഗ് മത്സരങ്ങൾ തോറ്റാലും ചാമ്പ്യൻസ് ലീഗിൽ നേടിയിരിക്കും. അതവരുടെ പവർ, അതാണ് റയൽ മാഡ്രിഡിൻ്റെ ലെവൽ. അപ്പോൾ ഈ ഒരു സീസണിൽ മികച്ച തുടക്കമാണ് റയൽ മാഡ്രിഡിന് കിട്ടിയിട്ടുള്ളത്. ലീഗിലാണെന്നുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെന്നുണ്ടെങ്കിലൊക്കെ മികച്ച ഒരു 11, അതുപോലെ തന്നെയാണ് മികച്ച അവരുടെ പെർഫോമൻസ് ഗ്രൗണ്ടിലും. അപ്പോൾ സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ വരവോട് കൂടിയാണ് റയൽ മാഡ്രിഡ് ഒന്നുകൂടി ഉണർന്നത്. അതിൻ്റെ മുന്നേ റയൽ മാഡ്രിഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല. കാരണം അതിന് മുന്നേ ചാമ്പ്യൻസ് ലീഗ് എടുത്ത് നിൽക്കുന്ന സമയമാണ്. പക്ഷേ എങ്കിലും ഒരു സ്റ്റാർ ലോകോത്തര താരം കൂടി ക്ലബിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പൊന്തൽ ഒന്നും കൂടി ഉണ്ടാവുമല്ലോ. കിലിയൻ എംബാപ്പെ പറയുമ്പോൾ ഇപ്പോഴത്തെ നിലവിലെ താരങ്ങളിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം ക്ലബിലേക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ക്ലബിലേക്ക് വരാൻ, റയൽ മാഡ്രിഡ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം ക്ലബ്ബാണ്. ആ ഒരു ക്ലബിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും എത്താൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ റൂമറുകളൊക്കെ വരുമ്പോൾ എംബാപ്പെ ടു റയൽ മാഡ്രിഡ് എന്നുള്ള ന്യൂസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സീസണുകളിലും കേൾക്കുമെങ്കിലും അദ്ദേഹം PSG തന്നെ തുടരുക, അതാണ് അദ്ദേഹം ചെയ്യൽ. പക്ഷേ ഇപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ ഡ്രീം ക്ലബിലെത്തി. ഇനി അദ്ദേഹത്തിന് നേടാൻ കഴിയാത്ത ഒരു നേട്ടം അവിടെ നിന്ന് നേടാൻ കഴിയും. എന്താണ് ഇതെന്ന് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി. ചാമ്പ്യൻസ് ലീഗ് നേടാൻ റയൽ മാഡ്രിഡിനെക്കാട്ടിലും വലിയൊരു ക്ലബ്ബൊന്നും ദുനിയാവിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. റയൽ ചാമ്പ്യൻസ് ലീഗിൽ എന്താണെന്നുള്ള കാര്യം ചരിത്രങ്ങൾ പറയും, അല്ലാന്നുണ്ടെങ്കിൽ റെക്കോർഡുകൾ പറയും. അതാണ് റയലിൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോൾ എംബാപ്പയ്ക്ക് കിട്ടാത്ത ചാമ്പ്യൻസ് ലീഗ് PSG എംബാപ്പെ ശ്രമിച്ചിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ശ്രമത്തിൻ്റെ കൂടെ PSG മാനേജ്മെൻറ്റ് മെസ്സിനി, നെയ്മറിന്, റാമോസ്, നവാസ് പോലുള്ള ഒരുപാട് മികച്ച താരങ്ങൾ ഉൾപ്പെടുത്തി ഒരു മികച്ച 11 ഉണ്ടാക്കിയിട്ടും അവിടെ നിന്ന് അവർക്ക് നേടാൻ കഴിയാത്ത ചാമ്പ്യൻസ് ലീഗ് ട്രോഫി കിലിയൻ എംബാപ്പയ്ക്ക് റയൽ മാഡ്രിഡിൽ നിന്ന് നേടാൻ കഴിയും എന്ന് ഒരു 99% നമുക്ക് ഉറപ്പിക്കാം. കാരണം റയൽ മാഡ്രിഡ് പറയുമ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിൻ്റെ ലെവൽ വേറെയാണ്. അതിൻ്റെ പുറത്ത് റയൽ മാഡ്രിഡിൻ്റെ നിലവിലുള്ള ടീം വേറെ ലെവലാണ്. അവരുടെ കോച്ച് കാർലോസ് ആൻസെലോട്ടിൻ്റെ ലെവൽ, അദ്ദേഹം ഒരു 1.5 മുതലാണ്. ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു ബ്രസീൽ ടീമിനൊക്കെ ഇദ്ദേഹം ഒരു സമയത്ത് ഒരു റൂമർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ബ്രസീലിൻ്റെ കോച്ച് ടിറ്റെ ഒഴിഞ്ഞ സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ കാർലോസ് ആൻസെലോട്ടിൻ്റെ റൂമറുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ബ്രസീലിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കിടയായിരുന്നു. വിവിധ വെബ്സൈറ്റുകളിലൊക്കെ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. ആൻസെലോട്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ബ്രസീൽ ഫാൻസൊക്കെ അദ്ദേഹം വരാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ടീമിന് എന്ത് ചെയ്യണം, ആ ടീം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. അതാണ് അദ്ദേഹത്തിൻ്റെ ലെവൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് എംബാപ്പെ വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് നേടാൻ കഴിയാത്ത ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളൊക്കെ നേടാൻ കഴിയും. ആൾറെഡി അദ്ദേഹം ഫസ്റ്റത്തെ മത്സരത്തിന് തന്നെ ഇറങ്ങിയിരിക്കുന്നത് ഒരു ട്രോഫി നേടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആൾ പരിക്ക് മൂലം പുറത്തിരിക്കുകയാണ്. 3 ആഴ്ച വരെ റെസ്റ്റ് വേണ്ടി വരുമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും 3 ആഴ്ചയെങ്കിൽ 3 ആഴ്ച. അപ്പോൾ 4 ഗോളായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ 3 ഗോളും പെനാൽറ്റിയാണ്. എങ്കിലും അദ്ദേഹം ആ ഒരു ലെവൽ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൾറെഡി അതിൻ്റെ കൂടെ വിനീഷ്യസ് ഇപ്പോൾ നിലവിലുള്ള ബാലൻഡിയോറുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ള വിനീഷ്യസ് അവിടെ ഉണ്ട്. കൂടെ റോഡ്രിഗോ മികച്ച ഫോമിൽ അവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ പറഞ്ഞ സബ്ജക്റ്റ് മാറിപ്പോയി. നമ്മൾ BMW കേസ്. ഇപ്പോൾ റയൽ മാഡ്രിഡ് എല്ലാ താരങ്ങൾക്കും BMW കൊടുത്തിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഒരു ലെവലിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. BMW പല മോഡലുകളായിട്ടാണ് പല താരങ്ങൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും റയൽ മാഡ്രിഡ് എന്ന ക്ലബിൻ്റെ ആ ഒരു ലെവൽ തന്നെയാണ് അവർ റയൽ മാഡ്രിഡ് താരങ്ങളെ ട്രീറ്റ് ചെയ്യണതും അല്ലേ.